ഇന്ന് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. എൻ്റെ ഫ്രണ്ട് ശ്രീയുടെ മാരേജ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. BM കൺവെൻഷനിൽ വെച്ചായിരുന്നു. നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി. ഈ സ്ക്രീനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സേവ് ദ ഡേറ്റ് സർപ്രൈസ് ആയിരുന്നു. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ഗ്രൂമിനെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. എന്തായാലും ലേറ്റായിട്ട് വന്നു. ഇനി വച്ച് താമസിപ്പിക്കേണ്ട, നേരെ അങ്ങ് സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു, പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ കണ്ടു. ഭയങ്കര സന്തോഷമായി. ഇനിയാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി, കഴിക്കൽ. അങ്ങനെ നമ്മൾ മെയിൻ സെക്ഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കഷനിലാണ്. എന്താണ് ഇത്ര ഡിസ്കഷൻ എന്ന് എനിക്കറിയില്ല. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ പലർക്കും പല വിശേഷങ്ങളും പാതി വഴിയിൽ പറഞ്ഞു നിർത്തേണ്ടി വന്നു. കഴിക്കാൻ കയറണ്ടേ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ നല്ലൊരു സദ്യ കഴിച്ചിട്ട്. ബാക്കി വിഭവങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എലിയിൽ വെച്ച ഉപ്പേരി പലരും അതിനിടയ്ക്ക് വയലാക്കുന്നതും കണ്ടു. അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് എത്തി. ഇനി കുട്ടി കഴിച്ചു തുടങ്ങി. പിന്നെ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് ബാക്കി ബോളിയും പായസവും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് കയ്യിലെടുക്കുന്ന ചോറൊക്കെ താഴോട്ടാണല്ലോ വീണ് പോകുന്നത് എന്നോർത്തിട്ട് ഇവിടെ ഒരാൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലെത്തി. ഒരു ഉറക്കവും പാസ്സാക്കി എണീറ്റപ്പോഴത്തേക്കും ഇതുപോലെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കണ്ടു. അങ്ങനെ നമ്മൾ മുകളിലെ ചായയും കൊണ്ട് കയറി കുടിച്ച് നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില വൈകുന്നേരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കര പോസിറ്റീവ് ആൻഡ് കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഫ്രെയിംസ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഫുഡ് കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.